മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 78. തുണിയെടുക്കുവാനായി മേലേടത്തെ കുടുംബം മൊത്തത്തിലായിരുന്നു മാളിലേക്ക് പോയത്. അവരുടെ കൂട്ടത്തിൽ സഹറും. അവൾ കൂടെ ചെല്ലുന്നത് നാരായണിയമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നുവെങ്കിലും വീട്ടിലെ മറ്റുള്ളവർക്ക് സഹറിനോടുള്ള അടുപ്പം കണ്ടതും അവർ പിന്നീടൊന്നും പറഞ്ഞില്ല. കാർത്തികയുടെ വീട്ടുകാരും നാരായണിയമ്മയുടെ നിർദ്ദേശപ്രകാരം നേരെ അങ്ങോട്ടേക്ക് ചെന്നിരുന്നു. കണ്ണന് സ്റ്റേഷനിൽ എന്തോ ആവശ്യമുള്ളതുകൊണ്ട് അവൻ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോയിരുന്നു. പറ്റുമെങ്കിൽ സമയമാകുമ്പോഴേക്കും മാളിലേക്ക് ചെല്ലാമെന്നും പറഞ്ഞ് ഉറപ്പ് നൽകിയിട്ട് ചെന്നിരുന്നപ്പോഴേക്കും കല്യാണസാരികൾ കൗണ്ടറിന് മുകളിൽ കുമിഞ്ഞുകൂടി. അമ്മയും അമ്മായിമാരും ചേച്ചിമാരും എല്ലാവരും കൂടെ ഓരോന്നൊക്കെ എടുത്ത് പിടിച്ചും ഞെക്കിയും ഒക്കെ നോക്കുന്നത് കണ്ടിട്ടും ചുമ്മാ അതിനൊരഭിപ്രായം പറയുകയോ അങ്ങോട്ടേക്ക് നോക്കുകയോ പോലും ചെയ്തില്ല. അവൾ ഇത്തിരി മാറി പങ്കുവിൻ്റെയും സഹറിൻ്റെയും ഒപ്പം ഇരുന്ന് അവരുടെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. അവരെ ഇടയ്ക്കിടയ്ക്ക് അനിഷ്ടത്തോടെ നോക്കിക്കൊണ്ട് ഇത്തിരി അകന്നു മാറി നാരായണിയമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. സാരി എടുക്കലിന് നിർദ്ദേശവും കൊടുത്തുകൊണ്ട്. ആദ്യം എടുത്തത് കാർത്തികയ്ക്കുള്ള സാരികളായിരുന്നു. പിന്നീടാണ് ചുമ്മുവിനു വേണ്ടി നോക്കി തുടങ്ങിയത് തന്നെ. മോളെ, ഇത് നോക്കിയേ, ഇത് നന്നായിട്ടുണ്ട്. ഒരു ഗോൾഡ് നിറമുള്ള കഞ്ചിപ്പെട്ട് സാരി എടുത്ത് ചുമ്മുവിന് നേർക്ക് മായ നീട്ടി. എന്തുകൊണ്ടോ ചുമ്മ അപ്പം തന്നെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് നേരെ കൗണ്ടറിന് നേർക്ക് നടന്നു. എനിക്ക് ഈ സാരിയുടെ കാര്യത്തിൽ വലിയ അറിവൊന്നുമില്ല മായമേ, പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്. അവൾ ആ സാരി വാങ്ങി തിരികെ കൗണ്ടറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന നാരായണിയമ്മയെ ഒന്ന് പാളി നോക്കി. എന്താണേലും നീ പറഞ്ഞു, ഇവിടെ എല്ലാ സാരികളുടെയും നല്ല കളക്ഷനുണ്ട്. സാവിത്രിയാണ് അവൾക്ക് മറുപടി നൽകിയത്. സാരി മാറ്റി വല്ല ചുരിദാറും എടുത്തോട്ടെ എന്നായിരിക്കും. അപ്പോഴാണ് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് നമ്മുടെ നായകനായ കണ്ണൻ അങ്ങോട്ടേക്ക് കയറി വന്നത്. കാക്കി പാൻറ്റിന് മുകളിൽ ഒരു ബ്ലാക്ക് ഷർട്ടാണ് ആൾ ധരിച്ചിരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം സ്റ്റേഷനിൽ നിന്ന് ഓടിപ്പിടിച്ചിറങ്ങി വന്നതാണെന്ന്. എല്ലാവരുടെയും മുഖം അവൻ്റെ വരവിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞുവെങ്കിലും ചുമ്മുവിൻ്റെ മുഖത്ത് മാത്രം അവനോടുള്ള പിണക്കം സ്പഷ്ടമായി. തന്നെ കളിയാക്കിയതിലുള്ള പരിഭവം. ഓ, അതൊന്നും അല്ല. അവനെ ഒന്ന് ഉറ്റുനോക്കിക്കൊണ്ട് പെണ്ണ് അനിഷ്ടത്തോടെ മറുപടി നൽകി. നീ അവനെ നോക്കണ്ട ചുമ്മു, മോളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പറയേ. ചുമ്മുവിൻ്റെ മുഖം മാറിയെന്നറിഞ്ഞതും കണ്ണനെ നോക്കി കണ്ണുരുട്ടി കാട്ടിയിട്ട് മായ അവളെ ചേർത്ത് പിടിച്ചു. ചുമ്മു എല്ലാവരെയും ഒന്ന് നോക്കി. തൻ്റെ ആഗ്രഹം അറിയാൻ എല്ലാ മുഖങ്ങളിലും ആകാംക്ഷയാണെന്ന് കണ്ടതും അവളൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. എൻ്റെ കല്യാണ സാരി എനിക്ക് എൻ്റെ അമ്പൂറ്റിയമ്മ എടുത്തു തന്നാൽ മതി. അതൊടുത്തോണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. പ്രത്യേകിച്ച് യാതൊരു ഭാവഭേദങ്ങളും ഇല്ലാതെ ചുമ്മാ അലസമായി പറഞ്ഞു. എങ്കിലും മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാരായണിയമ്മയെ ഇടയ്ക്ക് പാളി നോക്കുവാനും അവൾ മറന്നിരുന്നില്ല. ഞാനോ? ഞാനെന്തിനാ? ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവർ ഒട്ടും താല്പര്യമില്ലാത്ത വണ്ണം അവളെ ഉറ്റുനോക്കി. കുടുംബത്തെ ലക്ഷ്മി ദേവിയാണ്, ആറ്റുനോറ്റുണ്ടായവൾ. അവളുടെ മുഖത്തേക്ക് നോക്കി പറ്റില്ലെന്ന് പറയാൻ തന്നെ കൊണ്ടാവതില്ല. അവൾ എന്തു ചോദിച്ചാലും കൊടുത്തല്ലാതെ മറ്റൊന്നും ശീലമില്ല താനും, അവളുടെ കല്യാണക്കാരി ഒഴിച്ച്. അങ്ങനെ പറഞ്ഞാൽ ഒക്കില്ല. എൻ്റെ കല്യാണം നടന്നു കാണണമെന്ന് അമ്പൂറ്റമ്മയ്ക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എടുത്തു തന്നേ പറ്റുള്ളൂ. പെണ്ണ് അമ്പിനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാം എൻ്റെ നെഞ്ചത്തോട്ട് തന്നെ കൃത്യമായി ലാൻഡ് ചെയ്യും. എങ്ങനെ കല്യാണം മുടക്കുക എന്നതിൽ വല്ല റിസർച്ചുകൾ നടത്തിയിട്ടുണ്ടോ എന്തോ. ചുമ്മുവിൻ്റെ അടുത്ത പ്രസ്താവന കേട്ട് കണ്ണൻ ഒരു നിമിഷം തലയിൽ കൈവച്ച് നിന്നുപോയി. എനിക്കിപ്പോഴത്തെ ഡിസൈനൊന്നും അറിയത്തില്ല. സഹറിൻ്റെ പേരിലുള്ള അവളുള്ള പിണക്കം ഇതുവരെയും മനസ്സിൽ നിന്നും പോയിട്ടില്ലാത്തതിനാൽ നാരായണിയമ്മ ഒന്നും കൂടി മസിൽ പിടിച്ചിരുന്നു. എനിക്ക് ഇതേപ്പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ല. കല്യാണത്തിനൊടുക്കാൻ ഒരു സാരി വേണം. അതിപ്പോൾ ഏത് ഡിസൈൻ ആണെങ്കിലും ഞാൻ ഉടുക്കും. അത് അമ്പൂറ്റിയമ്മ സെലക്ട് ചെയ്ത് തരുന്നത്. പെണ്ണ് കട്ടായം പറഞ്ഞു. ഇതിപ്പോൾ വലിയ ശല്യമായല്ലോ. പിറുപിറുത്തുകൊണ്ട് കൗണ്ടർ ടോപ്പിന് മുകളിലേക്ക് നോക്കിയ നാരായണിയമ്മയ്ക്ക് ഏത് സാരിയാണ് എടുക്കേണ്ടതെന്ന് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല.
എല്ലാം പുതിയ തരത്തിലും ഡിസൈനിലും ഉള്ളത്. അവർ വലത്തെ കൈ തലയിൽ കൈവച്ചിരുന്നു പോയി. കുറേ നേരം സാരികളിലേക്കെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് അവരിരുന്നു, ചുറ്റുമുള്ളവരുടെ ചിരി കാര്യമാക്കാതെ. ഇടയ്ക്കെപ്പോഴോ കണ്ണനിലേക്ക് പാറി വീണ അവരുടെ നോട്ടം അവൻ്റെ കണ്ണുകൾ പോയ വഴിയെ നീങ്ങി. ഡിസ്പ്ലേയിൽ ഭംഗിയായി ഉടുപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു റാണി പിങ്ക് സോഫ്റ്റ് സിൽക്ക് കാഞ്ചീപുരം സാരിയിലേക്കായിരുന്നു ചെക്കൻ വളരെ താല്പര്യത്തോടെ നോക്കിക്കൊണ്ടിരുന്നത്. അത് കണ്ടതും അവർക്ക് വല്ലാതെ ഇഷ്ടമായി. ആ സാരി കൊള്ളാം, ഇങ്ങെടുത്തേ നോക്കട്ടെ. ആ സ്റ്റാച്ചുവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നാരായണിയമ്മ നിർദ്ദേശിച്ചു. അപ്പോൾ തന്നെ അതേ ഡിസൈനിലുള്ള ബോക്സ് പീസ് സാരി സെയിൽസ് ഗേൾസ് അവർക്കായി കൊണ്ടുവന്ന് കഴിഞ്ഞിരുന്നു. ഇത് എടുത്താലോ? അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് എല്ലാവരോടുമായി അഭിപ്രായം ചോദിച്ചുവെങ്കിലും അവരുടെ നോട്ടം തൊട്ടടുത്ത് നിൽക്കുന്ന കണ്ണൻ്റെ മുഖത്തേക്കായിരുന്നു എന്നത് മറ്റൊരു സത്യം. അവിടെ ഒരു ചെറുചിരി വിടരുന്നത് നാരായണിയമ്മ കൺകോണിലൂടെ നോക്കിക്കണ്ടു. ഇത്രയും നേരം നമ്മളിവിടെ തലകുത്തി മറിഞ്ഞിട്ട് ഇത് കണ്ടില്ലല്ലോ മായേ. എന്തായാലും അമ്മയുടെ സെലക്ഷൻ കൊള്ളാം. സാവിത്രിക്ക് ആ സാരി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാവരും ഓക്കെ പറഞ്ഞതും അടുത്ത സാരികൾക്കായി പെണ്ണുകൾ നീങ്ങി. കല്യാണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും വീട്ടിലുള്ള എല്ലാവർക്കും വാങ്ങിയതിന് ശേഷമാണ് അവർ ആ മാളിൽ നിന്നും പുറത്തേക്ക് വന്നത്. കൂട്ടത്തിൽ വീട്ടുകാരെല്ലാവരും ചേർന്ന് സഹറിനുള്ള തുണിയും വാങ്ങിയിരുന്നു. എനിക്ക് പോണം, നിങ്ങൾ നേരെ വീട്ടിലേക്കല്ലേ? മാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മാധവിന് സ്റ്റേഷനിൽ നിന്നും കോളെത്തിയിരുന്നു. ഇല്ലടാ, നേരെ ഇത്ര ആയില്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനാ, അച്ചു പാർക്കിങ്ങിലേക്ക് നടക്കുന്നതിനിടയിൽ പറഞ്ഞു. ഓക്കെ, നിങ്ങളെങ്കിൽ പൊയ്ക്കോളൂ, വൈകിട്ട് കാണാം. മാധവ് തൻ്റെ വെഹിക്കിളിൻ്റെ അടുത്തേക്കായി നടക്കുവാൻ തുടങ്ങി. കണ്ണേട്ടാ. അപ്പോഴാണ് പിന്നിൽ നിന്നും ചുമ്മു അവനെ വിളിക്കുന്നത്. എന്താടി? കാറിന് നേർക്ക് പോകുവാനായി തുനിഞ്ഞവൻ പൊടുന്നനെ അവളുടെ വിളി കേട്ട് തിരിഞ്ഞു നിന്നു. മണി 3:30 ഇനി കഴിച്ചിട്ട് പോയാൽ പോരെ? ചുമ്മുവിൻ്റെ ചോദ്യത്തിൽ അവൻ്റെ കണ്ണുകളൊന്നും ഇഴിഞ്ഞുവെങ്കിലും അവളുടെ പിന്നിലായി നിൽക്കുന്നവരിലേക്ക് നോട്ടം പോയതും അവൻ്റെ മുഖമൊന്നും മുറുകി. ഉറപ്പാണല്ലോ അല്ലേ? നിനക്ക് ആള് മാറിയിട്ടൊന്നും ഇല്ലല്ലോ? ഒരു ഉറപ്പിനു വേണ്ടി കണ്ണൻ വീണ്ടും ചോദിച്ചു. ഇല്ല, മാറിയിട്ടില്ല, ഇയാൾ തന്നെയാണ്. സഹറിനെ ഫോണിൽ കാണിച്ചിട്ടുണ്ട്. ഇതവളുടെ മൂത്ത വല്യച്ഛൻ തന്നെയാ, ഉറപ്പാ. അവനിലേക്ക് ഇത്തിരി ചാഞ്ഞു നിന്നുകൊണ്ട് രഹസ്യം പറയുന്നത് പോലെ ചുമ്മു പറഞ്ഞു. നീ പൊക്കോ, ഞാൻ നോക്കിക്കോളാം. അത് പറയുമ്പോൾ മാധവിൻ്റെ കണ്ണുകൾ ഇത്തിരി മുന്നിലായി വണ്ടിയിൽ കയറുന്ന റഹ്മാൻ്റെയും അയാളുടെ കൂട്ടാളികളുടെയും മേലെയായിരുന്നു. ഇവരിവിടെ എന്തിനു വന്നു? സഹർ ഇവിടെ വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണെന്ന് തോന്നില്ല. കാരണം അവളിപ്പോൾ തങ്ങളുടെ കൂടെയാണെന്നുള്ള കാര്യം ഇവരറിഞ്ഞാലും ഈ ദിവസം തന്നെ തങ്ങൾ സഹറിനെയും കൊണ്ട് ഇവിടെ തുണിയെടുപ്പിന് വരുമെന്നുള്ള കാര്യം ഇവരൊരിക്കലും അറിയാനുള്ള സാധ്യതയില്ല. കണ്ണൻ ഓരോന്നും ആലോചിച്ചുകൊണ്ട് നെറ്റിയിൽ കൂടി ഒന്ന് വിരലുകൾ ഓടിച്ചു. ചുമ്മു തിരിഞ്ഞു പോയെന്ന് മനസ്സിലാക്കിയതും അവൻ തൻ്റെ കാറിനുള്ളിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് റഹ്മാൻ്റെ വണ്ടിയുടെ പിന്നാലെ അവനും തൻ്റെ കാറിനെ പായിച്ചു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വരാവേ.